guys, welcome back to my YouTube channel. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അടുപ്പിച്ചുള്ള എഡിറ്റിംഗ് വീഡിയോസിന് ശേഷം ഞാൻ കുറെ നാളെത്തിയിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗ് പോലെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും മിക്കവരും തന്നെ എഡിറ്റിംഗ് കണ്ടന്റ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ്. പക്ഷേ ഞാൻ ബേസ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലെ ഡെയിലി വ്ലോഗ്സും ഡേ ഇൻ മൈ ലൈഫും അതുപോലെയുള്ള എൻ്റെ മിനി വ്ലോഗുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് പോകുന്നുണ്ട്. കൂടെ കുറച്ച് എഡിറ്റിംഗ് കണ്ടന്റ് കൂടെ ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നിലവിലൊരു സൺഡേ ആണ്. എനിക്ക് ഒത്തിരി പ്ലാനുകളൊന്നും ഇല്ല. ഇന്നലെ ഞാനാണെന്നുണ്ടെങ്കിൽ എംപുരാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ അടുത്തെങ്ങും അല്ല. ഇവിടെ നിന്ന് ഒരു 2.5 hours ഡ്രൈവ് ചെയ്ത് ഇവിടെ അടുത്തുള്ളൊരു സിറ്റിയിൽ പോയിട്ടാണ്. ഞാനും ചേച്ചിമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എംപുരാൻ കാണാൻ പോയി. അപ്പോൾ എന്തായാലും പോയതല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരിത്തിരി വൈകി. ഒരിത്തിരി അല്ല, അത്യാവശ്യം നന്നായിട്ട് വൈകി. ഞാനത് രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ സൈഡിൽ നിന്ന് ഭയങ്കര ലൈറ്റൊക്കെ വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ട്രൈപോഡ് മാത്രമാണ്. എനിക്കിവിടെ റൂമിൽ ഒത്തിരി ലൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് റിംഗ് ലൈറ്റും ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ഉള്ള ഇത്. പുറത്ത് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഭയങ്കര ബ്രൈറ്റ് ആണ്, ഒരു രസമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ റിംഗ് ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. എനിവേസ് ഞാനിപ്പോൾ നിലവിൽ പുറത്ത് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഇവിടെ അടുത്തൊരു കഫേ ഉണ്ട്, കഫേ ഡു ഗുഡ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ചെറിയൊരു ടൗണാണ് കേട്ടോ, എൻ്റെ കുഞ്ഞു ടൗണിലുള്ളൊരു നല്ല എസ്തെറ്റിക് ക്യൂട്ട് കഫേയാണ് കഫേ ഡു ഗുഡ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ കഫേയിലേക്ക് ഒരു ഗിഫ്റ്റ് കാർഡ് കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളെ ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നു, ഇന്ന് പോകാം എന്ന്. ഇത് കഴിഞ്ഞ് വന്നൊന്ന് പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കുന്നു. സൺഡേ ആണല്ലോ, രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. മാത്രമല്ല രാവിലെ കുർബാനയ്ക്ക് ഇവിടെ ഭയങ്കര തിരക്കാണ്. വൈകുന്നേരം പോയാൽ കുറച്ച് തിരക്ക് കുറവുണ്ട്, നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടും. അതുകൊണ്ട് വൈകുന്നേരം പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. റെഡി ആവാനായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ ടീഷർട്ടും ബ്ലൂ ജീൻസും ആണ്. റെഡി ആയിട്ട് വരാം. ഭയങ്കര ബ്രൈറ്റ് റെഡ് ആയതുകൊണ്ട് സ്ക്രീനിൽ എനിക്ക് തന്നെ കളർ കണ്ടിട്ട് തലവേദന എടുക്കുന്നത്. നമ്മൾ ഈ വിന്റർ ടൈമിൽ എന്തിട്ടാലും അതിന് മുകളിൽ ജാക്കറ്റ് വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒന്നും കാണാൻ നമ്മുടെ ഡ്രസ്സ് മുഴുവനായിട്ട് കാണാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ചിലപ്പോൾ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ കളറിൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു കളർ അവിടെ എവിടെയെങ്കിലുമൊക്കെ കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അതല്ലാതെ കാണാനൊന്നും പോകുന്നില്ല. ആദ്യം തന്നെ ഞാൻ ലാഷസ് ഒന്ന് കേൾ ചെയ്യാനായിട്ട് നോക്കുവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ മസ്കാരയാണ്. കട്ട പിടിച്ചിരിക്കുന്നുണ്ടോ എവിടേക്കോ, പക്ഷെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ അടുത്ത കണ്ണുകൂടെ ചെയ്തിട്ട് വരാം. മസ്കാര ഇട്ട് കഴിഞ്ഞു. എൻ്റെ ലിപ്സ് എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് ഞാൻ ബേബി ലിപ്സിൻ്റെ ജസ്റ്റ് ലിപ് ബാം ആദ്യം ഇടുവാണ്. ഞാൻ മിക്ക ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാൻ ഇതിടും. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ലാക്മേയുടെ മെറൂൺ മാജിക് തീരാറായി. ഇത്രയുടെ ഉള്ളൂ, അത് ഞാൻ തീരും. പക്ഷെ ഞാനത് യൂസ് ചെയ്യാണ്. ഓക്കെ, അത് മതി. കണ്ണ് താഴെ എഴുതണം എന്നെനിക്ക് കണ്ടിട്ട് തോന്നുന്നു. കണ്ണ് താഴെ എഴുതാം. സാധാ ഐക്കോണിക് കാജൽ. ഇങ്ങനെ നോക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. ഞാൻ ഇന്നലെ മുടി സ്ട്രെയിറ്റ് ചെയ്തിരുന്നു മറ്റേ എംപുരം കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യണ്ട. മുടി കുറച്ചുകൂടി ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ സെറ്റ്. ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഫേ ഡു ഗുഡിൽ പോകാം. പുറത്ത് ടെമ്പറേച്ചർ നോക്കിയപ്പം ഒത്തിരി തണുപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഫോൾ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൽ നിന്ന് 8 മിനിറ്റ് ഡ്രൈവ് അവിടേക്ക് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് സ്റ്റോർ കറക്റ്റ് 15 മിനിറ്റിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കിട്ടിയിട്ട് വേണം പോയി. ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ. ആകെ ഉണ്ടായിരുന്ന 15 മിനിറ്റിൽ ആദ്യത്തെ 10 മിനിറ്റ് ഞാൻ മെനു നോക്കി കളഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറെ ഫോട്ടോസും പോസ്റ്റേഴ്സ് ഒക്കെ നോക്കി ഞാനിങ്ങനെ നടന്നു. ഇത് ജസ്റ്റ് ഒരു കഫേ മാത്രമല്ല കേട്ടോ, ഇവിടെ ബോഡി ആൻഡ് സ്കിൻ എസെൻഷ്യൽസ് ഒരുപാടുണ്ട്. ഞാൻ നിലവിൽ ഡ്രിങ്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാനിതിൽ ഓർഡർ ചെയ്തത് സ്പെഷ്യൽറ്റി ഡ്രിങ്ക്സിലെ ലാസ്റ്റ് എടുക്കുന്ന മേപ്പിൾ സിന്നമൺ. ലാസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ടാണ് തോന്നുന്നു പുള്ളിക്കാരി നല്ല ടൈം എടുത്തിട്ടാണ് സാധനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ചുറ്റും നടന്ന എല്ലാ സാധനങ്ങളുടെയും വീഡിയോ എടുക്കുമായിരുന്നു. അകത്തതാ ഇരുന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. സാധനം കാണാനും അടിപൊളിയായിരുന്നു, ടേസ്റ്റും അടിപൊളിയായിരുന്നു. അങ്ങനെ ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. പുറത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് വീഡിയോ ഒക്കെ ഭയങ്കര എന്തോ പോലെ ഇരിക്കുന്നു. ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് മുഴുവൻ ഞാൻ ഇതിനകത്തേക്ക് തേച്ച് വെച്ചിട്ടുണ്ട്. സാധനം നല്ല അടിപൊളി ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അകത്ത് കയറിയിട്ട് അടുത്ത പരിപാടി എന്നാണ് നോക്കാം. ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഞാൻ കാര്യമായിട്ട് മേടിച്ച സാധനം ബാഗ് ഇത്രയും വലുതാണ് എന്ന് വിചാരിച്ചിട്ട് സാധനം ഇത്രയും വലുതൊന്നുമല്ല കേട്ടോ. ഇതിനകത്ത് ഒരൊറ്റ ഷൂ ഉള്ളൂ. ഒരു പെയർ ഷൂവിനാണ് അവരെനിക്ക് ഇത്രയും വലിയ ഒരു കവർ തന്നിരിക്കുന്നത്. ഫുള്ളൊരു റെഡും മയമാണ് വീഡിയോയിൽ. ഒരു ഷൂ വാങ്ങി. ഈ ഒരു കളർ ഷൂ എനിക്കില്ല.
ആദ്യമായിട്ടാണ് ഈ കളർ ഷൂ, ഇങ്ങനത്തെ കളറിലൊരു ഷൂ. ഞാൻ യൂഷ്വലി എൻ്റെ വീഡിയോസിനകത്തൊക്കെ ഷൂ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ യൂഷ്വലി ഇടാറുള്ളത് ബ്ലാക്ക് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് അല്ലെങ്കിൽ ഡാർക്ക് നേവി ബ്ലൂ എന്നുള്ള കളേഴ്സൊക്കെയാണ് ഷൂസ് ഞാൻ നോർമലി വാങ്ങാറും ഇടാറും. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെറൈറ്റി കളർ ഷൂ മേടിച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ പുതിയ ഷൂ. പിന്നെ നല്ല ഓഫറിനും കിടക്കണുണ്ടായിരുന്നു, അപ്പം അതും കൂടെ കാരണം മേടിച്ചതാണ്. ഒരു ടീഷർട്ട് വാങ്ങിയായിരുന്നു, അത് ജസ്റ്റ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു H&M മേടിച്ചതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ടീഷർട്ടില്ലേ, ഇതുപോലെ തന്നെ ഏകദേശം ഒരു ടീഷർട്ട്. അതിനും ഒത്തിരി റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, $8 ആണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതും വാങ്ങി. ഈ 2 സാധനങ്ങളാണ് ഞാൻ ഇന്നലെ വലിയ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി മേടിച്ചത്. പള്ളി പോകാനുണ്ട്, അതിനു മുന്നേ എനിക്ക് വീട് മുഴുവൻ ഒന്ന് വാക്യൂം ചെയ്യണം. അപ്പം ഞാൻ ഡ്രസ്സ് മാറി വന്ന് നമുക്ക് വാക്യൂം ചെയ്യാം. ഞാൻ ഇതിനു മുന്നേ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വല്ലപ്പോഴും ഇതുപോലെ വീക്കെൻഡ് ഒക്കെ ഓഫ് കിട്ടുമ്പോഴാണ് ഞാൻ റൂം ക്ലീൻ ആക്കുന്നതും വാക്യൂം ചെയ്യുന്നതും ലോണ്ടറി ചെയ്യുന്നതൊക്കെ. പുറത്ത് തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നതുകൊണ്ട് എനിക്കത് ആ വിൻഡോ തുറക്കാൻ പറ്റി. സത്യത്തിൽ ഞാൻ 6 മാസങ്ങൾക്ക് ശേഷമാണ് എന്റെ ആ വിൻഡോ ഒന്ന് തുറന്നത്. ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ ഫ്ലോറ് കാർപ്പറ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു വർഷമായി കാണുള്ളൂ ഞാൻ ഈ വാക്യൂം പരിപാടികളൊക്കെ തുടങ്ങി. സത്യത്തിൽ എനിക്ക് ഈ വാക്യൂം ചെയ്യുന്നത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്. മിക്ക ദിവസവും ജോലിക്ക് പോകുന്നതുകൊണ്ടും ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ടും ഒത്തിരി പൊടിയും ചെളിയൊന്നും ഉണ്ടാവില്ല. എന്റെ കൊഴിഞ്ഞു പോയ മുടികൾ മാത്രമാണ് ഇതിന്ന് കിട്ടുക. ഈ അടുത്തുള്ള കുറച്ച് വീഡിയോസിലൊക്കെ സൗണ്ടിന് ചെറിയ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ ആ റൂമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. പുറത്തുനിന്ന് ചെറിയ കാറ്റൊക്കെ ഉണ്ട്. എന്റെ ജനലിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു വലിയ മരമാണ് നേരെ മുമ്പിൽ തന്നെ. ഇനി എന്റെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, കുറെ കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാനുണ്ട്. അതൊക്കെ നേരെ കട്ടിൽ കയറി പിന്നെ ഞാൻ കുറെ നേരം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിച്ചിരുന്നു. എനിക്ക് എല്ലാ കമന്റ്സിനൊന്നും റിപ്ലൈ തരാൻ പറ്റാറില്ല, പക്ഷെ ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. മിക്ക കമന്റ്സും ഞാൻ ലൈക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള വീഡിയോസ് ഇടുന്നതൊക്കെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ടയർഡ് ആയിട്ടിരുന്നാലും ആകെ കിട്ടുന്ന കുറച്ച് ടൈം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറ്. അങ്ങനെ സമയം ഏകദേശം 6:30 കഴിഞ്ഞിരിക്കുകയാണ്. പള്ളിയിൽ പോകാനായിട്ട് റെഡി ആവാം. ഞാൻ രാവിലെ തേച്ച് വെച്ച മസ്കാരയൊക്കെ അവിടെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ എനിക്കിപ്പോൾ കണ്ണെഴുതണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ ഇനി മസ്കാര ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണെഴുതൽ ഇച്ചിരി പാടുള്ള പരിപാടിയായിരിക്കും. പക്ഷേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാം, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ നിലവിൽ ഈ ഒരു കോട്ടാണ് ഔട്ട്ഫിറ്റ് ആയിട്ട് ഇടാൻ പോകുന്നത്. അകത്ത് ഒരു ബ്ലാക്ക് ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ടോപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് ബ്ലൂ ജീൻസും ഈ ഒരു സാധനമാണ്, അല്ലെങ്കിൽ വേണ്ട ബ്ലാക്ക് ജീൻസും ഇതുമാണ്. നോക്കാം ഏതാണെന്ന് ഇട്ട് നോക്കിയിട്ട് നല്ലത് ഏതാണോ അതും ഇതുമാണ് ഞാൻ ഇടാൻ പോകുന്നത്. പുറത്ത് നല്ല വെളിച്ചുണ്ടെന്നുണ്ടെങ്കിലും സമയം ഏകദേശം 7 മണി ആവാറായിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ തണുപ്പ് കൂടിയുണ്ട്. ഞാൻ വലിയ ജാക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് നേരെ 5 മിനിറ്റിൽ പള്ളി എത്തി. ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. നമ്മുടെ അത്യാവശ്യം വലിയ പള്ളിയാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ കൃത്യം 1 മണിക്കൂറും കൊണ്ട് കുർബാനയും കഴിഞ്ഞു. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. കുർബാന 8 മണിക്ക് കഴിഞ്ഞതാണ്, പക്ഷെ നമ്മളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇപ്പം സമയം 8:30 ആയേ ഉള്ളൂ. 1 അരമണിക്കൂർ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ ഇരുന്നു. മലയാളികൾ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. വിശന്ന് കുടൽ എരിയുന്ന സിറ്റുവേഷനാണ് ഞാൻ നിൽക്കുന്നത്. കാരണം രാവിലെ മുതലല്ല, ഞാൻ ഉച്ച മുതൽ ഡേ ഇൻ മൈ ലൈഫ് എടുത്തു. അതിന് മുന്നേ ഞാനൊരു ടോസ്റ്റ് കഴിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സമയം രാത്രി 8 മണിയായി, ഇപ്പോഴും ഞാനൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരെ മുഖമൊക്കെ കഴുകി പോയി ഫുഡ് കഴിക്കാൻ പോകുകയാണ്. ഫുഡ് വൈകുന്നേരത്തേക്ക് ബീഫും ബസ്മതി റൈസും കൂടെ വെച്ചതിരിക്കുന്നുണ്ട്. അത് ചൂടാക്കി കഴിച്ചാൽ മതി, അപ്പൊ വലിയ പണിയൊന്നുമില്ല. ഇവിടെ ഇപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മസ്കാര ഒന്ന് കണ്ണീർ നിർത്ത് കളയാനായിട്ട് പാടാണ്. ഞാനൊരു 2-3 തവണ കണ്ണൊക്കെ കഴുകിയാലാണ് യൂഷ്വലി ഇത് പോവാറ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഒരു വല്ല മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് തേച്ച് വെച്ച് കളഞ്ഞാൽ പോരെയെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ മേക്കപ്പ് റിമൂവർ ഇല്ല, എനിക്കിത് മാത്രമേ വഴിയുള്ളൂ. ഇതുപോലെ മസ്കാര ഞാൻ എപ്പോഴും ഇടുന്ന സാധനമല്ല, വല്ലപ്പോഴും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓണത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ മുഖമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്, കണ്ണും മസ്കാര സാധനങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന എൻ്റെ മോയ്സ്ചറൈസർ സീറ്റോഫിലിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇനി നേരെ പോവാം ഫുഡ് കഴിക്കാം. ഇതാണ് ഇന്നത്തെ ഡിന്നർ. പറഞ്ഞു വരുമ്പോ ഇറച്ചിച്ചോറ് എന്നൊക്കെ പറയാം, പക്ഷെ ജസ്റ്റ് ബസ്മതി റൈസും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് നാളെ മൺഡേ ആണ് ജോലിക്ക് പോകണം എന്നുള്ളതിന്റെ ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനൊരു മൂവിയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അജിത്തിന്റെ ദൃശ്യം കണ്ടുകൊണ്ട് ഞാൻ ഈ ഒരു മൂവിയാണ് കണ്ടത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു മൂവിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ എന്റെ ഡേ അത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.